എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഇപ്പം ഒരാൾ ടൈറ്റിൽ വിന്നർ ആവുന്നു, ഇവിടെ വോട്ടിംഗ് മാനദണ്ഡം എന്ന് പറയുന്നു, പ്രേക്ഷക പിന്തുണ എന്ന് പറയുന്നു, ചെറിയ വേരിയേഷൻസിലായിരിക്കാം, പക്ഷേ വിന്നറാണ്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ആളുകളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഇതിനൊരു ജെന്യൂനിറ്റി ഇല്ല, ഇതിനൊരു യാഥാർത്ഥ്യം ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല അതുകൊണ്ടല്ലത്. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ 100 പേര് ആണ് വോട്ട് ചെയ്യുന്നതെന്ന് വെച്ചോളൂ. മൊത്തത്തിൽ 100 പേര് വോട്ട് ചെയ്തു. 40 പേർ ഒരാൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 38 പേർ വേറൊരാൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 10 പേർ വേറൊരാൾക്ക് അനുകൂലം വോട്ട് ചെയ്തു. 12 പേർ വേറൊരാൾക്ക് അനുകൂലം വോട്ട് ചെയ്തു. അങ്ങനെ 4 പേര് മത്സരിച്ചിടത്ത് 40 വോട്ട് കിട്ടിയ ആൾ ജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്ന 38 വോട്ട് കിട്ടിയ ആൾക്ക് വോട്ട് ചെയ്ത ആൾക്കാർക്ക് മാനസികമായിട്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ ആ 2 വോട്ടാണെങ്കിലും അയാൾ അവിടെ ജയിച്ചു. അത് റിയാലിറ്റിയാണ്. ഞാൻ 100-ൽ 40 പേർ വോട്ട് ചെയ്ത ആൾ ജയിക്കുമ്പോൾ 38 പേർ വോട്ട് ചെയ്ത ആളുടെ ധാരണ അയാളായിരുന്നു അർഹൻ, അയാളാണ് ജയിക്കേണ്ടത്. പക്ഷെ അയാൾക്ക് കപ്പ് കിട്ടിയില്ലല്ലോ, അയാൾ വിജയിച്ചില്ലല്ലോ. അപ്പം തഴയപ്പെട്ടവനോട് തോന്നുന്ന സഹതാപം, ഇപ്പം അതാണ് രജത് കുമാറിന് റോബിന് കിട്ടിയൊരു വലിയ പക്ഷെ വേറെ കാര്യം, ഈ താഴെപ്പെട്ടവരോട് തോന്നുന്ന സഹതാപവും സ്നേഹവും എല്ലാ സീസണിലും സംഭവിച്ചിട്ടുമില്ല. അല്ല, ഇപ്പം രജത് കുമാറിനെ റോബിനും പുറത്തായ സമയത്ത് ഇത്രയും ഇഷ്ടം അവർക്ക് കിട്ടാൻ കാരണം പ്രേക്ഷകരുടെ ഇഷ്ടത്തിൽ നിന്ന് വിരുദ്ധമായ ഒരു നിലപാട് ഒരു കോർപ്പറേറ്റ് ചാനൽ തീരുമാനിച്ചതിൻ്റെ പേരിലാണ് ആ ഇഷ്ടം. അപ്പം അത് യഥാർത്ഥത്തിൽ ഇഷ്ടത്തെക്കാട്ടിയും കൂടുതലും ഇപ്പുറത്ത് തോന്നുന്ന ഒരു ഭയങ്കര വിരോധമുണ്ട്. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നുണ്ട്.